16-ാം ധനകാര്യ കമ്മീഷൻ സംസ്ഥാനങ്ങളോട് നീതി പുലർത്തുമോ? 15-ാം ധനകാര്യ കമ്മീഷൻ ഒരു തരത്തിലും സംസ്ഥാനങ്ങളോട് നീതി പുലർത്തിയിട്ടില്ല. പക്ഷേ കേരള സംസ്ഥാനം പറയുന്നത് പോലെ കേരളത്തോട് മാത്രമായിട്ട് ഒരനീതിയും കാണിച്ചിട്ടുമില്ല. ആ 15th ഫിനാൻസ് കമ്മീഷൻ്റെ പോലെ തന്നെ വെർട്ടിക്കൽ ഡെവല്യൂഷനും ഹൊറിസോണ്ടൽ ഡെവല്യൂഷനും ഒന്നും നീതിയുക്തമല്ലാതെ തന്നെ ആകുമോ 16-ാം ധനകാര്യ കമ്മീഷനും കൊണ്ടുവരിക? ഇപ്പോൾ 16-ാം ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ചതേ ഉള്ളൂ. 15-ാം ധനകാര്യ കമ്മീഷൻ തന്നെയാണ് 24-25 വർഷത്തിലും നിലവിൽ നിൽക്കുക. അപ്പോൾ എന്തിനാണ് 16-ാം ധനകാര്യ കമ്മീഷനെ ഇതിനകം രൂപീകരിച്ചത്? അതിൻ്റെ നോംസ് എല്ലാം സെറ്റ് ചെയ്ത് പ്രവർത്തനം എങ്ങനെയായിരിക്കണം വെയിറ്റേജ് നിശ്ചയിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നേരത്തെ തന്നെ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കമ്മീഷൻ്റെ ചെയർമാനായിട്ട് വരുന്നത് പനഗാരിയാണ്. നമുക്കെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ്. എനിക്കിത്തിരി മതിപ്പുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. കാരണം ആദ്യ BJP ഗവൺമെൻറ്റിൻ്റെ നീതി ആയോഗ് അതായത് പ്ലാനിംഗ് കമ്മീഷൻ തട്ടിക്കളഞ്ഞ് നശിപ്പിച്ച് പകരം കൊണ്ടുവന്ന നീതി ആയോഗിൻ്റെ ആദ്യത്തെ CEO ആയിരുന്നു പനഗാരിയ. ആ പനഗാരിയ ഇത് ഈ BJP ഗവൺമെൻറ്റിൻ്റെ പോക്ക് ശരിയല്ലെന്ന് കണ്ടിട്ടാവണമല്ലോ അമേരിക്കയിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്ന അതേ ലാവണത്തിലേക്ക് തന്നെ തിരിച്ചുപോയി ഇവിടുത്തെ കാലം പൂർത്തിയാക്കുന്നതിന് മുൻപ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രസ്റ്റീജിയസ് പൊസിഷൻ കളഞ്ഞിട്ട് തിരിച്ച് സ്വന്തം ലാവണത്തിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ അദ്ദേഹം യുക്തിഭദ്രമായി ചിന്തിച്ചിട്ടുണ്ടാകണം. ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും ക്ഷേമത്തിലേക്ക് നയിക്കുന്നില്ല, അതല്ലെങ്കിൽ നീതിയുക്തമല്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകണം. അപ്പം അങ്ങനെ ആയിരിക്കണം അദ്ദേഹം അങ്ങ് തിരിച്ചു പോയതെന്ന് കൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തോട് അന്നു മുതൽ ഒരു പ്രത്യേക ആദരവ് തോന്നിയിരുന്നത്. ഇപ്പോൾ അദ്ദേഹം വീണ്ടും ഫിനാൻസ് കമ്മീഷൻ ചെയർമാനായിട്ട് വരുമ്പോൾ അന്ന് നീതിയുക്തമല്ലെന്ന് കണ്ടത് നീതിയുക്തമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വെൽ ആൻഡ് ഗുഡ്. തീർച്ചയായിട്ടും അത് നന്മയിലേക്ക് നയിക്കും. കാരണം അദ്ദേഹത്തിന് തന്നെ അന്നറിയാമായിരുന്നു 15th ഫിനാൻസ് കമ്മീഷൻ്റെ നോംസിലൊക്കെ പാളിച്ചകളുണ്ടെന്നും സംസ്ഥാനങ്ങളൊക്കെ അതിനെതിരായിട്ട് സംസാരിക്കുന്നു. ഫെഡറൽ ഫിസ്ക്കൽ റിലേഷൻസ് തന്നെ റീകാസ്റ്റ് ചെയ്യാൻ പുനരവലോകനം നടത്തി മാറ്റങ്ങൾ വരുത്തേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് സംസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒച്ചപ്പാടുണ്ടായിക്കൊണ്ടിരുന്നതും അദ്ദേഹം അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാനായിട്ട് വരുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കേരളത്തിലെ സംസ്ഥാനങ്ങൾ ഒരു ഫെഡറൽ സാഹചര്യത്തിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നീതി അവർക്ക് വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് ആകെ എന്തുമാത്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം എന്ന തീരുമാനം, അത് കഴിഞ്ഞ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ, ഈ ആകെ കൊടുത്തത് എങ്ങനെ സംസ്ഥാനങ്ങളെ തമ്മിൽ 28 സംസ്ഥാനങ്ങളെ യൂണിയൻ ടെറിട്ടറീസുമായിട്ട് എങ്ങനെ പങ്കുവെക്കണം എന്നതാണ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ കാര്യങ്ങൾ. അപ്പോൾ ഈ രണ്ട് കാര്യത്തിലും കുറച്ചുകൂടി നീതിയുക്തമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നമ്മൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്കൊന്ന് ആലോചിക്കാം. ആദ്യമായിട്ട് തന്നെ നമ്മൾ 15-ാം ധനകാര്യ കമ്മീഷൻ ഒരുപാട് ക്രിറ്റിസിസം കേൾക്കേണ്ടി വന്ന ഒരു കാര്യം, അതുവരെയുള്ള 14 ധനകാര്യ കമ്മീഷനുകളും ബേസ് ആയിട്ട് എടുത്തിരുന്നത് 1971 പോപ്പുലേഷനായിരുന്നു. അത് 2011 പോപ്പുലേഷനായിട്ട് ബേസ് മാറ്റി. അപ്പോൾ വലിയ അന്തരമുണ്ടായി ഡെവല്യൂഷനിൽ. ഹൊറിസോണ്ടൽ ഡെവല്യൂഷനിലാണ് വലിയ അന്തരം ഉണ്ടായത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ അന്തരം ഉണ്ടായത്? 1971 പോപ്പുലേഷൻ്റെ കണക്കനുസരിച്ച് കേരളത്തിൻ്റെ കാര്യം മാത്രം എടുക്കാം നമുക്ക്. കേരളത്തിൻ്റെ പോപ്പുലേഷൻ ഇന്ത്യയുടെ മൊത്തം പോപ്പുലേഷൻ്റെ 3.8%. അതേ സമയത്ത് 2011 സെൻസസ് പോപ്പുലേഷൻ അനുസരിച്ചുള്ള പോപ്പുലേഷൻ ബേസ് ആയിട്ട് ഈ 15-ാം ധനകാര്യ കമ്മീഷൻ എടുത്തപ്പോൾ NK സിംഗ് ആയിരുന്നു 15-ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ. അത് അങ്ങനെ ഈ ബേസ് മാറിയപ്പോൾ എന്ത് സംഭവിച്ചു? കേരളത്തിൻ്റെ പോപ്പുലേഷൻ ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ 2.6% കുറഞ്ഞു. എന്ന് വെച്ചാൽ
1.2% കുറവാണ് പോപ്പുലേഷനിൽ ഉണ്ടായത്. അപ്പോൾ പോപ്പുലേഷൻ എന്ന ബേസിന് കൊടുക്കുന്ന വെയിറ്റേജ് കൂടിയാൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ കാര്യം പുകയായി. അത് തന്നെ സംഭവിച്ചു. കേരളത്തിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ഒരുപാട് കുറവ് വന്നു ഈ ബേസ് മാറ്റം കൊണ്ട്. അപ്പോൾ ഈ ബേസ് മാറ്റം പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബേസ് മാറ്റം വന്നത്? NK സിംഗ് ഇപ്പോൾ ഈ പനകാരിയ ഈ ആഴ്ചയിൽ അദ്ദേഹവും ആ കമ്മിറ്റിയിലും മറ്റു മെമ്പേഴ്സും കൂടി എല്ലാ സംസ്ഥാനങ്ങളിലും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതായത് ബേസ് മാറ്റം തൊട്ട്, അതായത് ഓരോ നോംസ് ഉണ്ട്, ഓരോ നോംസിനും ഇത്ര വെയിറ്റേജ് വീതം, 100-ൽ ഇത്ര വെയിറ്റേജ് പോപ്പുലേഷന്, ഇത്ര വെയിറ്റേജ് പിന്നെ മറ്റേ ഓരോരോ 6 പ്രധാനപ്പെട്ട നോംസ് ഉണ്ട്. ഈ 6 നോംസിനും കൊടുക്കുന്ന വെയിറ്റേജ്, ഈ 100-ൽ എത്ര വെയിറ്റേജ് കിട്ടും എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ സംസ്ഥാനങ്ങൾക്കുള്ള ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എന്താണോ അത് കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തും. അങ്ങനെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭൂരിപക്ഷ അഭിപ്രായത്തിന് ഒരു മാന്യത കൊടുക്കണമല്ലോ. അത് പനകാരിയെ കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ പണ്ടിരുന്ന NK സിംഗ് എന്തുകൊണ്ട് കൊടുത്തില്ല? അത് ഒരുപക്ഷെ BJP ഗവൺമെന്റിന്റെ കുതന്ത്രത്തിൽ പെട്ടുപോയതായിരിക്കാം അങ്ങനെ കൊടുക്കാതെ വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും പനകാരിയെ അങ്ങനെ ചെയ്യില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനനുസരിച്ച് സമ്മർദ്ദം ചെലുത്താൻ സംസ്ഥാനങ്ങളും തയ്യാറാവണം. അപ്പോൾ അങ്ങനെ സംസ്ഥാനങ്ങൾ തയ്യാറാകുമ്പോൾ ഈ ബേസ് 2011-ലെ പോപ്പുലേഷൻ തന്നെ, ഇനിയിപ്പോൾ ഏതായാലും ബേസ് പഴയതിലേക്ക് പോകാൻ സാധ്യതയില്ല. 2011-ലെ പോപ്പുലേഷൻ തന്നെ ബേസ് ആയിട്ടിരിക്കട്ടെ. അന്ന് ആ ബേസ് മാറ്റം തിരിച്ചറിഞ്ഞ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, എന്താണ് ബേസ് മാറിയത് കൊണ്ട് നമ്മുടെ പോപ്പുലേഷനിൽ ഇത്രയൊരു മാറ്റം വന്നത്, നമുക്ക് ഇത്രയധികം ഒരു അടി കിട്ടിയത്? കാരണം 1970-കളിലെ പോപ്പുലേഷൻ പോളിസി അതായിരുന്നു റീപ്ലേസ്മെന്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. അതായത് കുട്ടികൾ 2 അല്ലെങ്കിൽ 2-ൽ ഇത്തിരി കൂടുതൽ കുട്ടികൾ ഉണ്ടാവില്ലല്ലോ എന്ന് വെച്ചാൽ എല്ലാ കപ്പിളിനും 2 കുട്ടികൾ മതി. പക്ഷെ ചില കപ്പിളിന് 3 ആകാം. എന്താ ഈ 3 ആകാം എന്ന് പറയുന്നത്? സെലിബസി മെയിൻറ്റെയിൻ ചെയ്ത്, അതായത് അവിവാഹിതരായി ബ്രഹ്മചര്യത്തിലേക്ക് പോകുന്ന സ്ത്രീ പുരുഷന്മാർക്കാണ്. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള സ്ത്രീ പുരുഷന്മാർക്കാണ്. അപ്പോൾ അവർക്കൊന്നും കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ളതിനെ റീപ്ലേസ് ചെയ്യാൻ എന്ന് വെച്ചാൽ ഒരു സ്റ്റേബിൾ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ചാടി പൊങ്ങുകയും വരുത്, തീരെ താഴേക്ക് പോവുകയും ചെയ്യരുത്. അതിനാണ് സ്റ്റേബിൾ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതിനെ ഇംഗ്ലീഷിൽ റീപ്ലേസ്മെന്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയും. അപ്പോൾ അത്തരം ഒരു പോപ്പുലേഷൻ പോളിസി 1970-കളിൽ തന്നെ കൊണ്ടുവന്ന് ആ പോപ്പുലേഷൻ പോളിസി ഫോളോ ചെയ്ത സംസ്ഥാനങ്ങളാണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. പ്രത്യേകിച്ചും വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും മുന്നിൽ നിൽക്കുന്ന, അതുകൊണ്ടാണല്ലോ കേരളം എപ്പോഴും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ HDI-ൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ. അപ്പോൾ ഈ ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം ഈ പറയപ്പെട്ട റീപ്ലേസ്മെന്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷനിലേക്ക് മറ്റ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മുൻപേ ഗമിച്ചു. അങ്ങനെ നമ്മൾ ആ ലക്ഷ്യത്തിലെത്തിയത് കൊണ്ടാണ് 1971-ലെ പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക് സെൻസസ് അനുസരിച്ച് 3.83% ഉണ്ടായിരുന്ന പോപ്പുലേഷൻ 2011-ലെ പോപ്പുലേഷൻ ആകുമ്പോഴേക്കും 2.6%-ആയിട്ട് ചുരുങ്ങിപ്പോയത്. അപ്പോൾ അതിൻ്റെ അടി അങ്ങനെ ആ അടി തിരിച്ചു കിട്ടി. അതിന് എനിക്കൊരു ചെറിയ റോൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കേരളത്തെയും മറ്റ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെയും രക്ഷിക്കാനായിട്ട്. അതായത് മനോരമ എന്നോട് ആവശ്യപ്പെട്ടു, അതിൻ്റെ വെബ്സൈറ്റിൽ അതിൻ്റെ ഡ്രാഫ്റ്റ് വന്നിട്ടുണ്ട്, ടീച്ചർ അതൊന്ന് നോക്കി അത് ഗുണകരമാകുമോ കേരളത്തിന് എന്നൊന്ന് പറയണമെന്ന്. ഞാൻ നോക്കിയപ്പോൾ പോപ്പുലേഷൻ ബേസ് മാറ്റിയിരിക്കുന്നു. ചില ഫിനാൻസ് കമ്മീഷൻ 90% വെയിറ്റ് വരെ പോപ്പുലേഷന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വലിയ ഒരടി തന്നെയാകും എന്ന് മനസ്സിലായി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ പിറ്റേ ദിവസത്തെ മനോരമയിൽ എഴുതിയിരുന്നു. അതിനോടകം തന്നെ ഡോക്ടർ തോമസ് ഐസക് ആയിരുന്നു അന്ന് ഫിനാൻസ് മിനിസ്റ്റർ. അദ്ദേഹവും അത് ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ അത് കാരണം കൊണ്ട് ഉടനെ തന്നെ ഒരു സൗത്ത് ഇന്ത്യൻ കോൺക്ലേവ് അദ്ദേഹം വിളിച്ചു കൂട്ടുന്നു. ആ കോൺക്ലേവിൽ വന്ന സൗത്ത് ഇന്ത്യൻ ഫിനാൻസ് മിനിസ്റ്റേഴ്സും റെപ്രസെൻറ്റേറ്റീവ്സും ഒക്കെ അതിനകം ഇത് പഠിച്ച് മനസ്സിലാക്കി സൗത്ത് ഇന്ത്യക്ക് മുഴുവനും വലിയ തിരിച്ചടിയാണ് ഇതുകൊണ്ട് വരാൻ പോകുന്നത് എന്ന് അങ്ങനെ മനസ്സിലാക്കി മറ്റു പല സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ചും ഇതുപോലെ കോൺക്ലേവ് നടത്തി. ആ കോൺക്ലേവിൽ നിന്നൊക്കെ വന്ന ഇൻഫറൻസ് ആയിട്ട് കൺക്ലൂഷനായിട്ട് രാഷ്ട്രപതിയാണ്
ഭരണഘടനയുടെ 380 അനുച്ഛേദം അനുസരിച്ച് ഫിനാൻസ് കമ്മീഷന്, ധനകാര്യ കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഈ ധനകാര്യ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നത് രാഷ്ട്രപതിയാണ്. അങ്ങനെ ഇവിടെ നിന്ന് ഈ കോൺക്ലേവ് ഒക്കെ നടത്തി തെക്കേ ഇന്ത്യക്കാരെ ഈ പോപ്പുലേഷൻ ബേസ് ആയിട്ട് എടുത്തുകൊണ്ട് ചില മാറ്റങ്ങൾ അനിവാര്യമാണ്, അല്ലെങ്കിൽ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മുഴുവനും വലിയ രീതിയിൽ അപകടത്തിലാകും എന്ന് പറഞ്ഞ് ആ മെമ്മോറാണ്ടം രാഷ്ട്രപതിക്ക് കൊടുക്കുന്നു. അങ്ങനെ രാഷ്ട്രപതി അതുവരെ 5 നോംസിൽ നിന്നിരുന്നതിനെ 6ാമതൊരു നോം കൂടി ഉണ്ടാക്കിയത് കൊണ്ടാണ് കേരളവും മറ്റ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഒക്കെ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു രീതിയിലേക്ക് ഇത് മാറാൻ പറ്റിയത്. അപ്പോൾ അത് 6ാമത്തെ നോം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ നോംസും, ഓരോ നോംസും എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. 1ാമത്തെ നോം എന്ന് പറയുന്നത് പോപ്പുലേഷനാണ്. ആദ്യം അന്ന് പോപ്പുലേഷന് കൊടുത്തിരുന്ന വെയിറ്റേജ് 25% പോപ്പുലേഷന് കൊടുത്തിരുന്ന വെയിറ്റേജ്. ആ 25% കൊടുത്തിരുന്ന വെയിറ്റേജ് എന്ന് പറയുന്നത് രാഷ്ട്രപതി ഇടപെട്ട് 15% പോപ്പുലേഷന് 12.5% ഒരു പുതിയ നോം കൊണ്ടുവന്നു. ആ പുതിയ നോമിന് 12.5%. എന്താണ് ഈ പുതിയ നോം? ഡെമോഗ്രാഫിക് പെർഫോമൻസ്. അതായത് ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസി, സൗത്ത് ഇന്ത്യൻ കോൺക്ലേവ് പറഞ്ഞത് ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസി ഫോളോ ചെയ്ത് പോപ്പുലേഷൻ കുറച്ചു കൊണ്ടുവന്ന സംസ്ഥാനങ്ങളെ ശിക്ഷിക്കാനാണോ ഫിനാൻസ് കമ്മീഷൻ ഇങ്ങനെ ഒരു നടപടി എടുത്തത് എന്നാണ് അവരുടെ കോൺക്ലേവിൻ്റെ അന്തസത്ത പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പോപ്പുലേഷന് കൊടുത്തിരുന്ന 25% വെയിറ്റിൻ്റെ സ്ഥാനത്ത് 15% അത് കുറച്ചിട്ട് പുതുതായിട്ട് ഒരു നോം കൂട്ടിച്ചേർക്കുന്നു. എന്താണത്? ഡെമോഗ്രാഫിക് പെർഫോമൻസ്. പോപ്പുലേഷൻ പോളിസി അനുസരിച്ച് പോപ്പുലേഷൻ കുറച്ചു കൊണ്ടുവരാൻ നടത്തിയ ആ എഫേർട്ടിന് റിവാർഡ് എന്ന രീതിയിൽ 12.5% വെയിറ്റേജ് ഇട്ടു. ആ 12.5% വെയിറ്റേജ് എന്ന് പറയുന്നത് 15% ആക്കേണ്ടതായിരുന്നു. അത്രയും ഇടുന്നതിന് പകരം 12.5% ഒതുക്കി. അതിനൊക്കെ സമ്മർദ്ദം കേന്ദ്ര ഗവൺമെന്റ്, BJP ഗവൺമെന്റിൽ നിന്നുണ്ടായി കാണും. കാരണം BJP ഗവൺമെന്റിന് വലിയ സ്വാധീനമില്ലാത്ത തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഈ പറയപ്പെട്ട ഡെവല്യൂഷൻ പ്രിൻസിപ്പിളിൽ എങ്ങനെ മായം ചേർത്ത് ഇവരെ ഒരു പാഠം പഠിപ്പിക്കാമെന്ന് തീർച്ചയായിട്ടും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നവരും ചിന്തിച്ചിട്ടുണ്ടാകണം എന്ന് വേണം കരുതാൻ. എന്തായാലും 12.5% വെയിറ്റേജ് കിട്ടിയത് ഈ സൗത്ത് ഇന്ത്യൻ കോൺക്ലേവ് നടന്നതുകൊണ്ടും ഇങ്ങനെ ഒരു മെമ്മോറാണ്ടം രാഷ്ട്രപതിയുടെ അടുത്ത് ചെന്നതുകൊണ്ടുമാണ്. പക്ഷേ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അടി കിട്ടിയത് അവിടെയൊന്നും അല്ല. അതിനേക്കാളും വലിയ അടി കിട്ടിയ വേറെ ഒരു നോമുണ്ട്. എന്താണ്? ഇൻകം ഡിസ്റ്റൻസ്. ഇൻകം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? അത് കമ്പ്യൂട്ട് ചെയ്യുന്നത് ആവറേജ് പെർ ക്യാപിറ്റ GSDP ഡ്യൂറിങ് ദ 3-year പീരിയഡ് ബിറ്റ്വീൻ 2016-17 ആൻഡ് 18-19. 2016-17 മുതൽ 18-19 വരെയുള്ള കാലത്തെ പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ ശരാശരി എടുക്കുക. ആ ശരാശരി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനത്തിൽ നിന്ന് ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന സംസ്ഥാനത്തിന് ഉള്ള ഡിഫറൻസ് എത്ര വലുതാണോ അതിനനുസരിച്ച് 45%, ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനത്തിന് 45% വെയിറ്റേജ്. അവിടെയാണ് വലിയ പ്രശ്നം വന്നത്. 3 വർഷത്തെ ശരാശരി നോക്കിയിട്ടാണ് ഈ പെർ ക്യാപിറ്റ ഇൻകം ഉയർന്ന സംസ്ഥാനം ഏത്, ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏത്, ആ രീതി അനുസരിച്ച് ഏറ്റവും ഉയർന്നത് അതിൻ്റെ തൊട്ട് താഴെ, അതിൻ്റെ തൊട്ട് താഴെ, അതിൻ്റെ തൊട്ട് ഇങ്ങനെ കണക്ക് എടുക്കുന്നത്. അങ്ങനെ കണക്ക് കൊടുത്തിട്ട് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം, അതിൻ്റെ തൊട്ട് മുകളിൽ കുറഞ്ഞ സംസ്ഥാനം, ഈ തരത്തിൽ താഴെ നിന്ന് കണക്കെടുക്കുന്നു. എന്നിട്ട് അവർക്ക് അതിനനുസരിച്ച് പ്രപ്പോർഷനേറ്റ് ആയിട്ട് കൂടുതൽ കൊടുക്കുന്നു. ഇത് എവിടുത്തെ ന്യായമാണ്? ശരിയാണ്, നമുക്ക് ഒരു കണക്ക് പറഞ്ഞാൽ അത് തെറ്റാന്ന് പറയാൻ പറ്റില്ല. ഒരച്ഛനും അമ്മയ്ക്കും കൂടി 10 മക്കളുണ്ടായാൽ ഏറ്റവും മോശപ്പെട്ട ചില 2-3 കുട്ടികളുണ്ടാവും. ചിലർ വളരെ മിടുക്കരായിരിക്കും. ഈ മിടുക്കർക്ക് വലിയ പൊസിഷനും വലിയ തരത്തിലുള്ള പ്രാപ്തിയും കാണും. അതുപോലെ വരാത്തവരെ തഴഞ്ഞു കളയാൻ അച്ഛനമ്മമാർക്ക് പറ്റില്ല. ശേഷി കുറഞ്ഞ മക്കളെ, അതായത് വിദ്യാഭ്യാസപരമായും എല്ലാ തരത്തിലും ശേഷി കുറഞ്ഞ മക്കളെയും കൂടി ചേർത്ത് പിടിക്കേണ്ടത് മാതാപിതാക്കളാണ്. പക്ഷേ സംസ്ഥാനങ്ങൾ അങ്ങനെ ശേഷി കുറഞ്ഞ മക്കളെ പോലെ അല്ലല്ലോ. സംസ്ഥാനങ്ങൾ കെടുകാര്യസ്ഥത കൊണ്ടും അഴിമതി കൊണ്ടും ഒക്കെയാണ് പച്ച വെച്ച് മുകളിലേക്ക് വരാത്തത്. ഈ വികസിത സംസ്ഥാനങ്ങൾ, തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നന്നായി വികസിച്ചു. കാരണം തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഡെമോക്രസി കുറച്ചും കൂടി ശക്തമായിട്ട് പ്രവർത്തിച്ചു.
അവിടെ കാര്യക്ഷമതയുള്ള ഗവൺമെന്റുകൾ എല്ലാ കാലത്തും വന്നു. അതുകൊണ്ടാണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ വികസിച്ചത്. അതേ സമയത്ത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ജാതി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കരുക്കൾ നീക്കുന്നതല്ലാതെ വേണ്ട രീതിയിൽ ക്ഷേമോന്മുഖമായി ഭരണം നടന്നില്ല എന്നതുകൊണ്ടാണ് ഉദാഹരണത്തിന് ബീഹാർ അതുപോലെ മറ്റ് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും പല സംസ്ഥാനങ്ങളും ആ തരത്തിൽ വികസന പാതയിൽ വളരെ താഴെയാണ്. അതുകൊണ്ട് അവരുടെ ശരാശരി പെർ ക്യാപിറ്റ ഇൻകവും വളരെ താഴെയാണ്. അപ്പോൾ കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം എങ്ങനെയുണ്ട്? തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ തന്നെ, അതുപോലെ തന്നെ നമുക്ക് മഹാരാഷ്ട്ര, തെക്കേ ഇന്ത്യയല്ല എങ്കിലും മഹാരാഷ്ട്ര വളരെ നന്നായിട്ട് വികസിച്ച സംസ്ഥാനമാണ്. ഏറ്റവും ഹയസ്റ്റ് GSDP ഉള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. തെക്കേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉയർന്ന GSDP ഉണ്ട്. അതുപോലെ തന്നെ ഉയർന്ന പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി വരുമാനം ഏറ്റവും കൂടുതലായിട്ടുള്ള സംസ്ഥാനങ്ങളാണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. അതിൽ തന്നെ 6ാം സ്ഥാനത്താണ് കേരളം. ഓൾ ഇന്ത്യ സ്റ്റേറ്റസിൽ പെർ ക്യാപിറ്റ ഇൻകം 6ാമത്തെ ഹയസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഇതൊക്കെ നമ്മളെക്കാൾ ഉയർന്ന പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനങ്ങളാണ്, മഹാരാഷ്ട്രയും. അപ്പം അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റ് എന്ത് സംഭവിച്ചു? ഈ ഇൻകം ഡിസ്റ്റൻസ് വെച്ച് 45% പോകുന്നത് പൂവറർ സ്റ്റേറ്റ്സിനാണ് എന്ന് വന്നപ്പോൾ ബീഹാർ പോലെയുള്ള അഴിമതിയിൽ കുതിർന്നു കിടന്ന ഭരണത്തിൽ മികവ് കാണിക്കാത്ത സംസ്ഥാനങ്ങൾക്കൊക്കെ യു പി ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ഷെയർ 15th ഫിനാൻസ് കമ്മീഷൻ വഴിയായിട്ട് കിട്ടി. അതേ സമയത്ത് കേരളം പോലെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്ര തുടങ്ങിയവയ്ക്ക് വളരെ നന്നായി കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ പ്രവർത്തിച്ച സംസ്ഥാനങ്ങളാണ്. പക്ഷേ ഈ സംസ്ഥാനങ്ങൾക്കൊക്കെ കിട്ടുന്ന ഷെയർ താരതമ്യേന വളരെ കുറഞ്ഞുപോയി. അങ്ങനെ കേരളത്തിൻ്റെ ഷെയർ എത്രയായിരുന്നു എന്ന് ഓർക്കുന്ന പലരും കാണുമായിരിക്കും. കാരണം ഇതൊക്കെ എപ്പോഴും ഡിസ്കഷനിൽ വരുന്ന കാര്യങ്ങളാണ്. അതായത് 2.53% 14ാം ധനകാര്യ കമ്മീഷനിൽ. അത് 1.93% കുറയുന്നു 15ാം ധനകാര്യ കമ്മീഷനിൽ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പോപ്പുലേഷനിൽ തന്നെ 1.02% ഡിക്ലൈൻ ഉണ്ടായിരുന്നു കേരളത്തെ സംബന്ധിച്ച്. അതുപോലെ തന്നെ വലിയ ഡിഫറൻസ് ആണ് ഡെവല്യൂഷനിൽ. പക്ഷെ അത്രയും വന്നില്ല. 2.53 നിന്ന് 1.93, അതായത് 0.57% ഡിക്ലൈൻ ആണ് നമുക്ക് കിട്ടേണ്ടിയിരുന്നതിൽ ഉണ്ടായത്. അപ്പം അങ്ങനെ നമുക്ക് വന്നു. അതേ സമയത്ത് കർണാടകത്തിന് 1.06% കുറഞ്ഞുപോയി. നമുക്ക് 0.57% ആണ് ഡെവല്യൂഷനിൽ കുറഞ്ഞത് 14ാം ധനകാര്യ കമ്മീഷനും 15ാം ധനകാര്യ കമ്മീഷനുമായിട്ട് നോക്കുമ്പോഴെങ്കിൽ കർണാടകത്തിന് 1.06% കുറഞ്ഞു. തമിഴ്നാടിനാണെങ്കിൽ 0.6% പ്ലസ് അഡീഷണലായിട്ട് കിട്ടി. പക്ഷേ കോൺക്ലേവ് നടത്തിയ കാലത്ത് ഏറ്റവും കൂടുതൽ കുറവ് കാണിച്ചിരുന്നത് തമിഴ്നാടിൻ്റെ കാര്യത്തിലായിരുന്നു. അപ്പം ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് നിർമ്മല സീതാരാമൻ ധനമന്ത്രിയായി വന്ന സാഹചര്യത്തിൽ തമിഴ്നാടിന് കുറഞ്ഞു പോകരുത് എന്ന് കരുതി ഏറ്റവും കൂടുതൽ കുറയുന്ന സംസ്ഥാനം തമിഴ്നാടായിരുന്നു. അന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞാൻ തന്നെ ഒരു പഠനം നടത്തി ഏതാനും മണിക്കൂറുകൾ കൊണ്ട് മനോരമയ്ക്ക് ആ റിപ്പോർട്ട് കൊടുത്ത് പിറ്റേ ദിവസം മനോരമയിൽ അത് വന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഏറ്റവും കൂടുതൽ കുറവ് വരുന്ന സംസ്ഥാനം തമിഴ്നാടായിരുന്നു. പക്ഷേ അവസാനം അതിൻ്റെ തന്നെ ഇഫക്റ്റ് മെമ്മറാണ്ടം ഒക്കെ പ്രസിഡന്റിന് കൊടുത്ത് റിസൾട്ട് വന്നപ്പോൾ അവർക്ക് 0.06% ഗെയിൻ ആണ് ഉണ്ടായത്. അതേസമയത്ത് കേരളത്തിനും കർണാടകയ്ക്കും ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും ഒക്കെ കുറഞ്ഞുപോയി. തമിഴ്നാടിന് മാത്രം, തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ തമിഴ്നാടിന് മാത്രമാണ് ഇത്രയും ഒരു അഡീഷണലായിട്ട് കിട്ടിയത്. അതിൽ നിന്നാണ് നിർമ്മല സീതാരാമൻ്റെ ഫേവറിറ്റിസം ആകാം അതിൻ്റെ പുറകിലുള്ള കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അന്ന് കോൺക്ലേവ് നടന്ന സമയത്തും ഇതേ ചർച്ച ഉണ്ടായതാണ്. അതിനുശേഷം ആ റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം തമിഴ്നാടിന് വലിയ തോതിൽ ഇടിവ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതാണ് 4ാമത്തെ ഒരു ഇത്. മൂന്നാമത്തത് ഞാൻ വിട്ടുകളഞ്ഞിരുന്നു. മൂന്നാമത്തെ നോം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആൻഡ് ഇക്കോളജിയാണ്. ആസ് ടു ദ ഡെൻസ് ഫോറസ്റ്റ് ഓഫ് എ സ്റ്റേറ്റ് ടു ദ ടോട്ടൽ ഡെൻസ് ഫോറസ്റ്റ് ഓഫ് ദി നേഷൻ. രാഷ്ട്രത്തിൻ്റെ ഡെൻസ് ഫോറസ്റ്റിൻ്റെ എത്ര ശതമാനം ഡെൻസ് ഫോറസ്റ്റ് ആണ് ഒരു സംസ്ഥാനത്തിനുള്ളത്, അതിൽ ടോപ്പിൽ നിൽക്കുന്നവർക്ക് 10% വെയിറ്റേജ്.
അപ്പോൾ കേരളം ടോപ്പിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ നമ്മളെക്കാൾ ഫോറസ്റ്റ് ഏരിയ ഉള്ള സംസ്ഥാനങ്ങൾ കാണും, പക്ഷേ നമ്മൾ ഏറ്റവും താഴെയാകാനും ഇടയില്ല. അപ്പം ആ കാര്യത്തിൽ ഈ 10% കിട്ടിയില്ലെങ്കിലും നമുക്ക് ഒരു ഡ്യൂ ആയിട്ടുള്ള ഇത് കിട്ടിക്കാണും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. ഇനി അഞ്ചാമത്തത് ടാക്സ് ആൻഡ് ഫിസ്ക്കൽ എഫേർട്ട്. എങ്ങനെയാണ് നികുതി സമാഹരണം, അതായത് ഫിസ്ക്കൽ എഫേർട്ട്, ഫിസ്ക്കൽ കപ്പാസിറ്റി, അതായത് ധനവകുപ്പിൻ്റെ ഭരണമൊക്കെ എങ്ങനെയുണ്ട്, ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് 2.5% വെയിറ്റേജ്. ഈ നോമിന് കൊടുത്തിരിക്കുന്നത് 2.5% വെയിറ്റേജ് ആയിരുന്നു. അതിപ്പോൾ നമുക്ക് കേരളത്തിലേക്ക് നോക്കിയാൽ എന്തായിരുന്നു, CAG റിപ്പോർട്ട് എടുത്ത് നോക്കണം കേരളത്തിൻ്റെ ടാക്സ് എഫേർട്ട് എങ്ങനെയുണ്ടെന്ന്. 27,000-ന് 28,000-ന് 27,900 കോടി കുടിശ്ശിക പിരിച്ചെടുക്കാൻ കിടപ്പുണ്ടെന്നാണ് CAGയുടെ അവസാന വട്ടം, അതായത് കഴിഞ്ഞ മാർച്ചിൽ വെച്ച റിപ്പോർട്ടിലുള്ളത്. അത്ര കൂടുതൽ കുടിശ്ശിക വരണമെങ്കിൽ അത്ര ഫിസ്ക്കൽ എഫേർട്ട് മോശമായിരുന്നു കേരളത്തിൻ്റെ. അതുകൊണ്ട് ആ 2.5% കേരളത്തിന് കിട്ടിക്കാണുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തന്നില്ലെങ്കിൽ ഫിനാൻസ് കമ്മീഷനെ വഴക്ക് പറയാനും പറ്റില്ല. അത് നമ്മുടെ ഇന്നെഫിഷ്യൻസി കൊണ്ടാണ് ആ നഷ്ടം വന്നത് എന്ന് വേണം നാം മനസ്സിലാക്കാനായിട്ട്. ഇനി ആറാമത്തെയാണ് സ്പെഷ്യൽ പ്രോബ്ലംസ് ഓഫ് എ സ്റ്റേറ്റ്. അത് കേരളം എന്തെങ്കിലും പറഞ്ഞിരുന്നോ, അതിന് കേരളത്തിന് എന്തെങ്കിലും കിട്ടിയോ, ഇതൊന്നും നമുക്കറിഞ്ഞുകൂടാ. അതൊന്നും പുറത്തു വന്നിട്ടില്ല. പുറത്തു വന്നിട്ടുണ്ടാവുമേ, അതൊക്കെ നോക്കിയാൽ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ പോലും അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. പക്ഷേ ഈ ഫിനാൻസ് കമ്മീഷനോട് നമ്മുടെ ഗവൺമെൻറ് പറയേണ്ടത് എന്താണ്, നമുക്ക് കുറേ സ്പെഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. ഒന്നാമത്തെ സ്പെഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്നത് തന്നെ, ആ സ്പെഷ്യൽ പ്രോബ്ലത്തിന് 15% വെയിറ്റേജ് ആണ് വെച്ചിരുന്നത്. ഈ പ്രാവശ്യത്തെ വെയിറ്റേജിലൊക്കെ മാറ്റം വരുത്തണം. ഈ 45% വെയിറ്റേജ് എന്ന് പറയുന്നത് വല്ല 20%-ഉമായിട്ട് വെട്ടി കുറച്ചിട്ട് ബാക്കി വരുന്ന ആ 25% വെയിറ്റേജും കൂടി ഇങ്ങനെയൊക്കെയുള്ള സ്പെഷ്യൽ പ്രോബ്ലംസ്, അതുപോലെ തന്നെ ഫോറസ്റ്റ് ആൻഡ് എക്കോളജി, ഇത് ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റണം. അപ്പം നമുക്ക് കേരളത്തിന് നല്ലൊരു ഷെയർ കിട്ടാനുള്ള സാധ്യത വർദ്ധിക്കും. കാരണം നമുക്ക് ഫോറസ്റ്റ് ഉണ്ട്, എക്കോളജി നല്ലതല്ല, പക്ഷേ ഫോറസ്റ്റ് ഏരിയ നന്നായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്പെഷ്യൽ പ്രോബ്ലംസ് വളരെ കൂടുതലാണ്. ഉദാഹരണം സ്പെഷ്യൽ പ്രോബ്ലമായിട്ട് നമുക്ക് എടുത്തു കാണിക്കാവുന്നത് 60+ പോപ്പുലേഷൻ. നമുക്കിവിടെ ഓൾ ഇന്ത്യ തലത്തിൽ 7% 60 കഴിഞ്ഞവർ, പക്ഷേ കേരളത്തിൽ അത് 17%-ന് മുകളിലാണ്. അത് തന്നെയല്ല, ഡിപ്പെൻഡൻസി റേഷ്യോ, അതായത് വർക്കിംഗ് പോപ്പുലേഷനും 60+ പോപ്പുലേഷനും തമ്മിലുള്ള റേഷ്യോ ആണ് ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറയുന്നത്. അത് കേരളത്തിൽ 23.8%, ഓൾ ഇന്ത്യ തലത്തിൽ 16%. അപ്പോൾ ഇത് രണ്ടും നോക്കുമ്പോൾ നമ്മളെപ്പോലെ കേരളവും അതുപോലെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ റേഷ്യോ ഉയർന്നു നിൽക്കുന്നു. കേരളത്തിലാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ നാച്ചുറലി തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കൊക്കെ ജെറിയാട്രി കെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വികസന സാധ്യതകൾ ഉണ്ട്. ഒന്നാമത്തെ 60+ പോപ്പുലേഷൻ്റെ പ്രൊഡക്ടിവിറ്റി ഒത്തിരി കുറഞ്ഞത് തന്നെ എന്താ കാര്യം, അതായത് സിൽവർ ഡിവിഡൻറ്റ് നേടിയെടുക്കുക, അതായത് 60 കഴിഞ്ഞ പോപ്പുലേഷൻ്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ച്, അതായത് അവർ നമ്മുടെ GSDPയിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അവരെ ഉത്തേജിപ്പിച്ച്, വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം, 60-ൽ താഴെ വയസ്സായവരെ പോലെ പ്രവർത്തന സജ്ജരാക്കുക, 70 കഴിഞ്ഞവരെ 60 കഴിഞ്ഞവരെ പോലെ 60-നകത്ത് ചുറ്റുവട്ടത്തിലുള്ളവരെ പോലെ കാര്യക്ഷമതയുള്ളവരാക്കുക. അതിനൊക്കെ ഒരുപാട് തന്ത്രങ്ങളുണ്ട്. അവരുടെ ആരോഗ്യ പരിപാലനത്തിൽ മാറ്റം വരണം, അവരുടെ ഫുഡ് സ്റ്റൈലിൽ മാറ്റം വരണം, അവരുടെ ജീവിത ശൈലിയിൽ മാറ്റം വരണം. ആ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള ചുറ്റുപാടുകളും വേണം. അതായത് മൊബൈൽ ക്ലിനിക്കുകൾ ഉണ്ടാവുക, അവരിപ്പോൾ ഹാർട്ടോ അല്ലെങ്കിൽ ലിവറോ അല്ലെങ്കിൽ എന്തിനാണ് കേട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ റെഗുലറായിട്ട് ചെക്കപ്പ് നടത്തുക. അതുപോലെ തന്നെ അവർക്ക് വെൽനസ് സെൻറ്റേഴ്സ് എവിടെയെങ്കിലും പോയിട്ട് ഒന്ന്, ഇപ്പോൾ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് സ്വന്തം ഫ്ലാറ്റിൽ തന്നെ നടത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നടക്കാനും ചെറിയ ജിം പരിപാടികൾ ചെയ്യാൻ, അതായത് പ്രായമായവർക്ക് ചേരുന്ന തരത്തിലുള്ളതൊക്കെ ചെയ്യാനൊക്കെ ഉതകുന്ന തരത്തിലുള്ള സെൻറ്റേഴ്സ് ഉണ്ടാവുക. ഒന്നിച്ച് ചേർന്ന് സംസാരിച്ചും ആശയവിനിമയം നടത്തിയും സൗഹൃദം പങ്കിട്ടും മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാവുക. ഇങ്ങനെ പല തരത്തിലുള്ള എക്സ്പെൻസസ് അവർക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും. അവരുടെ അറിവിനെ, അതിപ്പോൾ ഗൾഫിൽ നിന്ന് റിട്ടേൺ ചെയ്തവരാണെങ്കിലും ഇവിടെ നിന്ന് ജോലി ചെയ്യുന്ന റിട്ടയർ ചെയ്തവരാണെങ്കിലും കർഷകരാണെങ്കിലും
ആര് തന്നെയാണെങ്കിലും അവരുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക. ആ എഫിഷ്യൻസി യങ്സ്റ്റേഴ്സിലേക്ക്, പുതിയ തലമുറയിലേക്ക് ചരിഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഒഴുക്കുക. അങ്ങനെ ഒഴുക്കി ആ പുതിയ തലമുറയുടെ യങ്സ്റ്റേഴ്സിന്റെ ശേഷി വർദ്ധിപ്പിക്കുക. ഈ തരത്തിലൊക്കെയുള്ള ആക്ടിവിറ്റീസിലേക്കൊക്കെ ഈ ജെറിയാട്രിക് കെയറും മറ്റെല്ലാം ആ ഒരു സെഗ്മെന്റിൽ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ പറയണം, നമ്മൾ ഫിനാൻസ് കമ്മീഷനോട് അത് ആവശ്യപ്പെടണം. അതുപോലെ തന്നെ ഇവിടെ ഒരു വർദ്ധിച്ച എയ്ഡഡ് സെക്ടറുണ്ട്. ഞങ്ങൾ ഈ എഡ്യൂക്കേഷനിൽ 1-ാം സ്ഥാനത്താണ് ഇന്ത്യയിൽ എന്ന് എപ്പോഴും പറയുമ്പോൾ നമ്മൾ ഓർക്കുക, ഇവിടുത്തെ ഗവൺമെൻറ് കോളേജുകളുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ടല്ല കേരളം ഒന്നാമത് നിൽക്കുന്നത്. രാജഭരണകാലം മുതൽ ഇവിടെ തുടങ്ങിയ സ്കൂൾ സമ്പ്രദായം, മിഷണറീസ് തുടങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ എല്ലാ സമുദായങ്ങളും അവരുടേതായ സ്കൂൾസും കോളേജസും കൊണ്ടുവന്നു. പക്ഷെ അവിടെയൊന്നും സമുദായങ്ങളെ മാത്രമല്ല പഠിപ്പിക്കുന്നത്, എല്ലാവർക്കും പ്രവേശനം കിട്ടത്തക്ക രീതിയിലുള്ള സമ്പ്രദായത്തോടു കൂടിയ വിദ്യാഭ്യാസം കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് 1970-കളിൽ 72-73 കാലഘട്ടത്തിലാണ് ഡയറക്റ്റ് പേയ്മെൻറ്റ് സമരം ചെയ്ത് അവിടുത്തെ അങ്ങനെയുള്ള എയ്ഡഡ് സെക്ടറിലെ അധ്യാപകർ നേടിയെടുക്കുന്നത്. അപ്പോൾ വലിയ ഒരു സംഖ്യ എയ്ഡഡ് സെക്ടർ അധ്യാപകരുണ്ട്. ഈ അധ്യാപകർക്കൊക്കെ, അധ്യാപകരും മറ്റ് അനധ്യാപക ഉദ്യോഗസ്ഥരും, അവർക്കെല്ലാം ശമ്പളവും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും, അതായത് ഹൗസിംഗ് ലോൺ, അങ്ങനെയൊക്കെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഗവൺമെൻറ് കൊടുക്കുന്നു. അപ്പം കേരളത്തിൻ്റെ ട്രഷറിയിൽ നിന്ന് ചെലവാകുന്ന, അതായത് റവന്യൂ ചെലവ് മറ്റ് സംസ്ഥാനങ്ങളിലേക്കാൾ വളരെ കൂടുതലാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇത്. അപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് അതുകൊണ്ടാണ് 37,844 കോടി, അതായത് ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് 15th ഫിനാൻസ് കമ്മീഷൻ കൊടുത്തത് വെസ്റ്റ് ബംഗാളിനാണ്. 40,114-15 കോടിയാണ് അവർക്ക് കൊടുത്തത്. രണ്ടാമത്തെ ഏറ്റവും വലിയ ഗ്രാൻഡ് കേരളത്തിനായിരുന്നു. അത് ഞാനിപ്പോൾ പറഞ്ഞത് 37,814 കോടിയാണ് കേരളത്തിന് കിട്ടിയത്. അപ്പം അങ്ങനെ ഡെഫിസിറ്റ് ഗ്രാൻഡ് കൂടുതൽ തരിക. അതുപോലെ തന്നെ ആ മേഖലയെ കണക്കിലെടുത്ത് വേണം ഡെഫിസിറ്റ് ഗ്രാൻഡ് തരാൻ. അപ്പോൾ അത് നമ്മുടെ ഒരു സ്പെഷ്യൽ പ്രോബ്ലമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നമ്മുടെ ഈ എൽഡർലി പോപ്പുലേഷൻ, 60+ പോപ്പുലേഷൻ, അവരുടെ കാര്യശേഷി ഈ പുതുതലമുറയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചർ കൊണ്ടുവരിക. അങ്ങനെ അപ്പോൾ അവരുടെ ഐഡിയാസ് ആ സ്റ്റാർട്ടപ്പുകൾ വഴിയായിട്ട് വളരെ പ്രൊഡക്റ്റീവായിട്ട്, ഇന്നൊവേറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ഇതിനൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. പക്ഷേ ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഈ ഫിനാൻസ് കമ്മീഷൻ വഴിയായിട്ട് നമുക്ക് ചോദിച്ചു വാങ്ങാൻ പറ്റുകയാണ് എങ്കിൽ അത് തീർച്ചയായിട്ടും വലിയ കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഇത്തരം ആവശ്യങ്ങളൊക്കെ മിസ്റ്റർ പനഗാരിയയുടെ മുൻപിൽ അവതരിപ്പിക്കാൻ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് കഴിയണം. അതിനുവേണ്ടി ശക്തമായി സമ്മർദ്ദം ചെലുത്താൻ നമ്മുടെ MP-മാർക്ക് കഴിയണം. ഒന്നാമത് നമ്മുടെ MP-മാർ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പഠിക്കണം. അത് കൃത്യമായി പഠിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണ്, ഇത്തരം സമ്മർദ്ദ തന്ത്രവും കൊണ്ടുപോകാൻ പറ്റുകയാണ് പാർലമെൻറ്റിൽ എങ്കിൽ ഫിനാൻസ് കമ്മീഷനെ കൊണ്ട് തീർച്ചയായിട്ടും, അതായത് പനഗാരിയയുടെ മുൻപിലാണെങ്കിലും ഇവിടെ നിന്നുള്ള ഈ MP-മാരെല്ലാവരും എത്തണം. ഒന്നിച്ചോ പലവട്ടമായിട്ടോ ഒറ്റയ്ക്കോ എങ്ങനെയും ആകട്ടെ. പക്ഷെ ഈ അഭിപ്രായങ്ങളൊക്കെ ഏക സ്വരത്തിൽ പനഗാരിയയുടെ മുൻപിൽ 16th ഫിനാൻസ് കമ്മീഷന് മുൻപിൽ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അതിനകത്ത് ഇത് യുക്തിസഹമാണ് ഈ പറയുന്ന കാര്യങ്ങളെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച്, കാരണം നമുക്കറിയാം 60+ പോപ്പുലേഷൻ കൂടുതലുള്ള കേരളത്തിലെ അതായത് നമ്മൾ പെട്ടെന്നാണ് പ്രായമായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രായമായിക്കൊണ്ടിരിക്കുന്ന പക്ഷെ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം 6th ഹയസ്റ്റ് ആണെന്ന് ഓർക്കണം. ഒന്നാമത്തെ പെർ ക്യാപിറ്റ ഇൻകം അല്ല. നമ്മൾ ഇനിയും ഒരുപാട് വികസിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ GSDP ഒരുപാട് താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ GSDP ഉയർന്നാലേ 1-ാം പെർ ക്യാപിറ്റ ഇൻകമായിട്ട് നമ്മൾ വളരുകയുള്ളൂ. അങ്ങനെ വളരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻസ് കമ്മീഷൻ വഴി കിട്ടുന്ന എമൗണ്ട് ഉയർന്നിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഫിനാൻസ് കമ്മീഷനോട് അറിയിക്കേണ്ട വേറെ ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ ഫിനാൻസ് കമ്മീഷൻ വഴി, അതായത് 32% സെൻട്രൽ ടാക്സ് പൂൾ 32% 41% വർദ്ധിപ്പിച്ചിരിക്കുന്നു. അത് തന്നെ നരേന്ദ്രമോദിക്ക് ദഹിക്കുന്ന ഒന്നായിരുന്നില്ല. അദ്ദേഹം അതിന് എതിരായിട്ട് അത് തട്ടിക്കുറയ്ക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു റൂമർ കേൾക്കുന്നുണ്ട്,
ഈ 41% എന്നുള്ളത് 33% കൊണ്ടുവരുമെന്ന്. അതായത് ശരിക്ക് പിന്നെ റെഡ്ഡി ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ആയിരുന്ന സമയത്താണ് 32% നിന്ന് ഇത് 41 സെൻട്രൽ പൂൾ 41% ഉയർത്തിയത്. അപ്പോൾ തന്നെ നരേന്ദ്രമോദി അന്ന് പ്രൈം മിനിസ്റ്ററാണ്, അദ്ദേഹവും അദ്ദേഹത്തെ നീതി ആയോഗിന്റെ സിഇഒയും കൂടി റെഡ്ഡിയെ കാണാൻ പോയി. ഇത് 41% ആക്കാൻ പാടില്ല, താഴേക്ക് കൊണ്ടുവന്ന് 32 നിന്നാണ് 41 ആക്കിയത്, അത് 33% ആക്കിക്കോളൂ എന്ന് പറഞ്ഞ്. അപ്പം റെഡ്ഡി എന്ത് പറഞ്ഞു? റെഡ്ഡി റിസർവ് ബാങ്കിന്റെ ഗവർണറായിരിക്കുന്ന നേരത്തായിരുന്നു നരേന്ദ്രമോദി പ്രസിഡന്റായിട്ട് മുഖ്യമന്ത്രിയായിട്ട് പിന്നെ ഗുജറാത്തിൽ ഇരിക്കുന്നത്. അന്നത്തെ ഫിനാൻസ് കമ്മീഷനോട് നരേന്ദ്രമോദി ആവശ്യപ്പെട്ടതാണ് ഇത് 32% പോരാ 50% ആക്കണമെന്ന്. അതായത് സെൻട്രൽ പൂൾ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് പൂൾ ചെയ്യുന്ന ഡയറക്റ്റ് ടാക്സസിന്റെ ഒക്കെയും കൂടി ഇതാണ്. എന്തൊക്കെയാണ് സെൻട്രൽ പൂളിലേക്ക് വരുന്ന നികുതികൾ നമുക്ക് നോക്കാം. ഈ പേഴ്സണൽ ഇൻകം ടാക്സ് വളരെ പ്രധാനപ്പെട്ട ഒന്ന്. രണ്ടാമത്തെ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് അതുപോലെ വളരെ പ്രധാനപ്പെട്ടത്. 3 സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്. ഇതാണ് പ്രധാനപ്പെട്ട സെൻട്രൽ പൂളിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. സെൻട്രൽ പൂൾ ഇതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി വളരെ കുറച്ചു മാത്രം ഇതല്ലാതെ വേറെ എവിടെ കിട്ടാനുള്ളൂ. അപ്പൊ ഈ സെൻട്രൽ പൂളിന്റെ ഈ പ്രധാനപ്പെട്ട ഭാഗം ഇതൊക്കെയാണ് എന്നിരിക്കെ ഈ സെൻട്രൽ പൂള് നിന്ന് 41% കൊടുക്കുന്നത് വലിയ കുഴപ്പമാണ്, സെൻട്രൽ ഗവൺമെന്റിന് ഫണ്ട് ഉണ്ടാവുകയില്ല എന്നൊക്കെ കരഞ്ഞു പറഞ്ഞ മോദിയോട് റെഡ്ഡി പറഞ്ഞു സംസ്ഥാനങ്ങൾ അതിനേക്കാൾ വലിയ ഫിനാൻഷ്യൽ ക്രഞ്ചിലാണ്, അതുകൊണ്ട് ഇത് തന്നെ ഞാൻ ഫിക്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം വിട്ടുകൊടുത്തില്ല. അപ്പൊ പകരം നമ്മുടെ പ്രധാനമന്ത്രി വേറെ ചില കരുക്കൾ നീക്കി. അതായത് സെൻട്രൽ പൂളിലേക്ക് വരുന്ന എമൗണ്ട് കുറയ്ക്കുക. സെൻട്രൽ പൂളിലേക്ക് വരുന്ന എമൗണ്ട് എങ്ങനെയാ കുറയ്ക്കുക? വേറെ ചില കാറ്റ് വീശി ആ ഫണ്ടിനെ അവിടുന്ന് മാറ്റിയാൽ മതി, അടിച്ചു മാറ്റിയാൽ മതി. അതിന് എന്ത് മാർഗമാണ് നരേന്ദ്രമോദി ഉപയോഗിച്ചത് എന്നറിയണ്ടേ? കോൺസ്റ്റിറ്റ്യൂഷന്റെ 271 വകുപ്പ് അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും സെസ് സർചാർജ്, സെസ്സും സർചാർജും ടാക്സ് ഓൺ ടാക്സ് ആണ്. അങ്ങനെ ഈടാക്കുന്ന ടാക്സ് സെൻട്രൽ പൂളിലേക്ക് പോകേണ്ട റവന്യൂ ആണ്. സെസ്സും പിന്നെ സർചാർജുമായിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് നേരെ ചെല്ലുന്നത്. അതിന് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് തന്നെ ഒരു ഇതുണ്ട്. അത് സംസ്ഥാനങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന പ്രോഗ്രാമിലായിരിക്കണം ചെലവഴിക്കുന്നത് എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അനുശാസിക്കുന്നത്. എങ്കിലെന്ത്, സംസ്ഥാനങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന പ്രോജക്റ്റ് ആവട്ടെ. അപ്പൊ എൻ്റെ ബ്രാൻഡിങ്, കേന്ദ്ര ഗവൺമെന്റ് ബ്രാൻഡിങ് ഒക്കെ അവിടെ അടിച്ചേൽപ്പിക്കാം, കേന്ദ്ര ഗവൺമെന്റിന് വലിയ പേരുണ്ടാക്കാം. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്രം സെസ്സും സർചാർജും ഈടാക്കാൻ തുടങ്ങി. അങ്ങനെ സെസ്സും സർചാർജും ഈടാക്കാൻ തുടങ്ങി എന്ന് മാത്രവുമല്ല, 2017, 2018, 2023 ഇടയ്ക്ക് സെസ്സിലുണ്ടായ വർധനവ് 133% ഓർക്കണം. അതായത് എല്ലാ ഗവൺമെന്റുകളും കൂടി ഈ 271 വകുപ്പ് അനുസരിച്ച് സെസ്സും സർചാർജും ഒക്കെ ഇതിനു മുമ്പുള്ള ഗവൺമെന്റുകളും കേന്ദ്രത്തിൽ ഈടാക്കിയിട്ടുണ്ട്. അവരെല്ലാ കാലത്തും കൂടി അടിച്ചേൽപ്പിച്ച സെസ്സും സർചാർജും കൂടി സെൻട്രൽ പൂളിന്റെ 18% 2017-18 കാലയളവിൽ. ആ 18% നിന്നാണ് 18ഉം 2023 ആകുമ്പോഴേക്ക് അത് 133% ഉയരുന്നത്. അപ്പൊ അങ്ങനെ അത്ര വലിയ രീതിയിൽ സെസ്സും സർചാർജും ഈടാക്കിക്കൊണ്ട് എന്ത് ചെയ്തു? സംസ്ഥാനങ്ങൾക്ക് കിട്ടാമായിരുന്നു. അത് സെൻട്രൽ പൂളിലേക്ക് ആ എമൗണ്ട് പോയാൽ അത് ഷെയർ ചെയ്ത് സംസ്ഥാനങ്ങൾക്ക് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ വരുമ്പോൾ സംസ്ഥാനങ്ങളിലേക്ക് എത്തും. അങ്ങനെ എത്തിക്കാതിരിക്കാനാണ് ഇത്ര വലിയ ഒരു കടുംവെട്ട് അദ്ദേഹം നടത്തിയത്. സെസ്സും സർചാർജും വർദ്ധിപ്പിച്ച് പണം സെൻട്രൽ പൂളിൽ പോകാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ കൈവശത്തേക്ക് ചെല്ലുന്നു. ആ ഫണ്ട് ഉപയോഗിച്ച് പലതരത്തിലുള്ള സെൻട്രലി സ്പോൺസേഡ് സ്കീംസും അദ്ദേഹം നടപ്പാക്കുന്നു. അതിനൊക്കെ ബ്രാൻഡിങ്, ഇപ്പോഴും ബ്രാൻഡിങ്ങിൽ തട്ടി നിൽക്കുക സംസ്ഥാനത്തിന് കിട്ടേണ്ട പല ഗ്രാൻറ്റുകളും. മാത്രമല്ല അതിനോടൊപ്പം തന്നെ സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് അങ്ങനെയാകുമ്പോൾ കൂട്ടണ്ടേ, സെൻട്രൽ ഗവൺമെന്റ് ഷെയർ കൂട്ടണ്ടേ? അതുമല്ല ചെയ്തത്. ഒരു ഇരുട്ടടി പോലെ ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീംസിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഷെയർ വെട്ടിക്കുറച്ച് സംസ്ഥാന ഗവൺമെന്റിന്റെ ഷെയർ വർദ്ധിപ്പിച്ചു. അതാണ് വീണ്ടും പ്രതിരോധത്തിലാക്കിയത്.
പിന്നെ വേറെ ഒരു തരത്തിലും കൂടി സംസ്ഥാനങ്ങളെ പ്രതിരോധത്തിലാക്കി. അതെങ്ങനെയാണ്? സെൻട്രൽ ഗവൺമെന്റ് സെസ് ഈടാക്കി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പെട്രോളിയം സെസ്, സംസ്ഥാന ഗവൺമെന്റിന് പിന്നെ പെട്രോളിയം സെസ് ഈടാക്കാനുള്ള പഴുത് കുറയും. കാരണം എല്ലാം വരുന്നത് ജനങ്ങളുടെ തലയിലല്ലേ എല്ലാ ഇമ്പാക്റ്റും വരുന്നത്. അപ്പൊ അവിടെ സംസ്ഥാന തലത്തിൽ ജനങ്ങൾ പ്രതിഷേധിക്കും. വലിയ തോതിൽ സെസ് ഇട്ടാൽ നമ്മുടെ പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങളുടെ ഒക്കെ വില നമുക്കറിയാമല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് അത് വലിയ ഒരു പ്രശ്നമായി മാറി. സെൻട്രലി സ്പോൺസേഡ് സ്കീമിന്റെ ഷെയർ കേന്ദ്രത്തിന്റെ വെട്ടിക്കുറച്ച് സംസ്ഥാനങ്ങളുടെ വർദ്ധിപ്പിച്ചു. അതൊന്ന്. രണ്ടാമത്തത് ആണ് ഈ പറഞ്ഞതുപോലെ സെസ്സും സർചാർജും വഴിയായിട്ട് സെൻട്രൽ പൂളിലേക്കുള്ള റിസോഴ്സസ് കുറച്ചു. അങ്ങനെയും സംസ്ഥാനങ്ങളെ കടുത്ത പ്രതിരോധത്തിലാക്കി. അവർക്ക് ടാക്സ് ഈടാക്കാനുള്ള കപ്പാസിറ്റിയെ പോലും വലിയ തോതിൽ വെട്ടിക്കുറച്ചു. ഇതിനൊക്കെ പ്രതികാരം പനഗാരിയ കമ്മീഷനെ കൊണ്ട് ചെയ്യിക്കാൻ തൻ്റെ ഇടമുണ്ടോ? ഇന്ത്യയിലെ എം പിമാർക്ക്, കേരളത്തിലെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാര്, നോമിനേറ്റ് ചെയ്യപ്പെട്ട എം പിമാര്, ഇവരെല്ലാവരും കൂടി ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നൊരു ചൊല്ലുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ എം പിമാർ ഒത്തുപിടിക്കട്ടെ. അങ്ങനെ ഇത്തരത്തിലുള്ള അട്ടിമറി കാര്യങ്ങളെ, കേന്ദ്രം നടത്തുന്ന അട്ടിമറികളെ യോജിച്ച് പൊരുതി പാർലമെന്റിലും തോപ്പിക്കണം, അതുപോലെ തന്നെ ഫിനാൻസ് കമ്മീഷന്റെ മുൻപിലും തോപ്പിക്കണം എന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ആദരണീയരായ എം പിമാരോട് കേരളത്തിന് വേണ്ടി ഓർമ്മപ്പെടുത്താനുള്ളത്.